ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു വള്ളിച്ചെടിയെക്കുറിച്ചിട്ടാണ്. നമ്മളുടെ നാട്ടിൽ കുറച്ചു മുമ്പ് പ്രശസ്തിയായ, കാണാൻ വളരെ ഭംഗിയുള്ള ഒരു പഴമാണിത്. കാഴ്ചയിൽ നല്ല ഭംഗിയുള്ള ഒരു പഴമാണ് ഇതെങ്കിലും നമ്മൾ കുറച്ച് സൂക്ഷിച്ചിട്ട് വേണം ഇവരെ വളർത്താൻ. ഗാക്ക് ഫ്രൂട്ട് എന്നാണ് ഈ പഴത്തിൻ്റെ പേര്. വിയറ്റ്നാം, മലേഷ്യ, തായ്ലൻഡ് എന്നീ രാജ്യങ്ങളിൽ നന്നായി വളരുന്ന ഒരു പഴമാണിത്. എന്നാൽ ഇപ്പോൾ നമ്മളുടെ കേരളത്തിലെ കാലാവസ്ഥയിലും നന്നായി വളരുന്നുണ്ട്. മൊമോഡിക്ക കൊച്ചിൻ ചിനൻസിസ് എന്നാണ് ഇവയുടെ ശാസ്ത്രീയ നാമം. ചൈനീസ് ബിറ്റർ കുക്കുംബർ, സ്പൈനി ബിറ്റർ ഗാർഡ്, ചുവന്ന മെലോൺ, ബേബി ജാക്ക് ഫ്രൂട്ട് എന്നീ പേരുകളിലും ഇവ അറിയപ്പെടുന്നുണ്ട്. ഞങ്ങളുടെ ഒരു റിലേറ്റീവ് തന്നതാണ് ഈ ഒരു പഴം. അപ്പം കാഴ്ചയിൽ തന്നെ നമുക്ക് നന്നായിട്ട് ഇഷ്ടമാകും. അത്രയ്ക്ക് ഭംഗിയുള്ളൊരു പഴമാണ്, പുറമായാലും അകത്തായാലും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കുരുമുളപ്പിച്ചിട്ടാണ് പുതിയ തൈകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഫ്രൂട്ട്സ് ഓഫ് ഹെവൻ അഥവാ സ്വർഗത്തിലെ കനി എന്നൊക്കെയാണ് വിയറ്റ്നാമുകാർ ഈ ഒരു പഴത്തെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഏറെ ഔഷധ ഗുണങ്ങളുള്ള ഈ ഗാക്ക് ഫ്രൂട്ട് വിളയാൻ നമ്മളുടെ കേരളത്തിലെ മണ്ണും കാലാവസ്ഥയും വളരെ അനുയോജ്യമാണ്. വിത്ത് മുതൽ തൊലി വരെ പോഷകങ്ങളും ആൻറ്റി ഓക്സിഡൻറ്റുകളും നിറഞ്ഞ ഒരു അത്ഭുത പഴം തന്നെയാണ് ഗാക്ക് ഫ്രൂട്ട്. ഗുണങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. ലൈക്കോപീൻ, ല്യൂട്ടീൻ എന്നിങ്ങനെയുള്ള കരോട്ടിനോയിഡുകളും അതുപോലെ വിറ്റാമിൻ എ, ഇ എന്നിവയും പ്രോട്ടീനുകളും ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ബീറ്റ കരോട്ടിൻ സമ്പുഷ്ടമാണ് ഗാക്ക് ഫ്രൂട്ടിൽ. നമ്മുടെ കണ്ണുകളെ ദോഷകരമായി ബാധിക്കുന്ന വെളിച്ചത്തിൽ നിന്നും സംരക്ഷിക്കുന്ന ഒരു പ്രധാന ആൻറ്റി ഓക്സിഡൻ്റാണ് കരോട്ടിനോയിഡുകൾ. കമ്പ്യൂട്ടർ, മൊബൈൽ എന്നിവയൊക്കെ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് ഗാക്ക് ഫ്രൂട്ട് കഴിക്കുന്നത് വളരെയേറെ ആശ്വാസം നൽകുന്നുണ്ടെന്ന് പഠനങ്ങളിൽ പറയപ്പെടുന്നുണ്ട്. വൻകുടൽ, ചർമ്മം, സ്തനങ്ങൾ എന്നിവയിൽ മുഴകൾ വരുന്നത് തടയാൻ ഈ ഒരു പഴം സഹായിക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ വാർദ്ധക്യത്തെ തടയാനും സഹായിക്കുന്നുണ്ട്. വിവിധയിനം ചർമ്മരോഗങ്ങൾക്കും ഈ ഒരു പഴത്തിൻ്റെ കുരു അരച്ചിടുന്നത് നല്ലതാണ്. വിവിധ ഇനം ചർമ്മരോഗങ്ങൾ തടയുന്നതിനായി ചൈനയിലും അതുപോലെ തന്നെ വിയറ്റ്നാമിലും ഈ ഒരു പഴത്തിൻ്റെ വിത്ത് ഉപയോഗിക്കുന്നുണ്ട്. വിത്ത് മുളപ്പിച്ചിട്ടാണ് പുതിയ തൈകൾ ഉണ്ടാക്കുന്നത്. ഒരു വിത്ത് മുളയ്ക്കാൻ ഏകദേശം 1 മാസമോ അതിലധികമോ സമയമെടുക്കുന്നുണ്ട്. പഴത്തിൽ നിന്നും വിത്തുകൾ എടുത്ത് ഒരു രാത്രി മുഴുവൻ വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കുന്നത് മുളയ്ക്കുന്നത് കൂടുതൽ വേഗത്തിലാക്കുന്നതാണ്. നന്നായി സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്താണ് തൈ നട്ടുപിടിപ്പിക്കേണ്ടത്. കൈപ്പക്കയും പടവലവും പാഷൻ ഫ്രൂട്ടും ഒക്കെ വളർത്തുന്നത് പോലെ പന്തൽ കെട്ടി വളർത്തുന്നതാണ് ഏറ്റവും അനുയോജ്യം. 20 മീറ്ററിൽ കൂടുതൽ ഉയരത്തിൽ ഇവ വളരുന്നതാണ്. അതുപോലെ തന്നെ അല്പം വരണ്ട കാലാവസ്ഥയാണ് ഇവയ്ക്ക് വളരാൻ അനുയോജ്യം. വിത്ത് നട്ട് 3-4 മാസം കഴിയുമ്പോൾ തന്നെ പൂവിടുന്നതാണ്. വർഷത്തിൽ ഒരിക്കലേ പൂവിടുകയുള്ളൂ. ഒരു ചെടിയിൽ നിന്നും ഏകദേശം 30 മുതൽ 60 വരെ പഴങ്ങൾ ലഭിക്കുന്നതാണ്. പിന്നെ ഞാൻ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞല്ലോ, ഇതൊരു വള്ളിച്ചെടിയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് സൂക്ഷിച്ച് വേണം വളർത്താൻ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് മറ്റ് ചെടികളെക്കൊക്കെ കുറച്ച് ദോഷകരമായിട്ട് ബാധിക്കും. അത് പടർന്ന് വളർന്ന് ചെടി നശിച്ചു പോകാനുള്ള ചാൻസ് വരെയുണ്ട്. അപ്പോൾ അതൊന്ന് സൂക്ഷിച്ച് നമ്മൾ പന്തലിട്ട് വളർത്തുകയാണ് ഏറ്റവും നല്ലത്. പരാഗണം നടക്കണമെങ്കിൽ ആൺസസ്യവും പെൺസസ്യവും ആവശ്യമാണ്. ആർട്ടിഫിഷ്യലായി പരാഗണം ചെയ്താൽ 90% വിജയിക്കും. ഇതിൻ്റെ ഉൾഭാഗം ഒരു കൈപ്പങ്ങയുടെയൊക്കെ പോലെയാണ് ഇരിക്കുന്നത്. പഴുത്ത കൈപ്പങ്ങ എങ്ങനെയാവും അതുപോലെയാണ് ഇരിക്കുന്നത്. 3 നിറങ്ങളിലൂടെയാണ് ഗാക്ക് ഫ്രൂട്ടിൻ്റെ വളർച്ച എന്ന് പറയുന്നത്. ഈ പഴം കായ്ക്കുമ്പോൾ പച്ച നിറവും മൂപ്പെത്തുന്നതോടെ മഞ്ഞ കളറും പിന്നെ പഴുത്തു കഴിഞ്ഞാലാണ് ചുവന്ന നിറമായിട്ട് മാറുന്നത്. ഈ പഴം ഇളം പ്രായമാകുമ്പോൾ തന്നെ നമുക്ക് പച്ചക്കറിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ ഇലകളും അതിനായിട്ട് എടുക്കുന്നുണ്ട്, കറികൾക്കും മറ്റും. അതുപോലെ തന്നെ പഴുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. വെറുതെ നമ്മൾ കഴിച്ച് നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചൊരു ടേസ്റ്റൊന്നും ഇല്ലാത്ത ഒരു ഫ്രൂട്ടാണ്. അവക്കാഡോ ഒക്കെ പോലെയുള്ളതാണ്.
അപ്പോൾ നമുക്കിതിൻ്റെ പൾപ്പ് എടുത്തിട്ട് അതുകൊണ്ട് ജ്യൂസ് ഉണ്ടാക്കാം. മധുരത്തിനായി പഞ്ചസാരയും അതുപോലെ മറ്റുള്ള ഫ്ലേവേഴ്സൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്കിങ്ങനെ ജ്യൂസ് പോലെ ആക്കി അല്ലെങ്കിൽ ക്രീം പോലെയൊക്കെ ആക്കിയിട്ട് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഇതുകൊണ്ട് മറ്റു പല സാധനങ്ങളും ഉണ്ടാക്കുന്നുണ്ടെന്ന് പറയപ്പെടുന്നു. വിയറ്റ്നാമുകാർ ഈ ഒരു പഴം കൊണ്ട് ഒരു പ്രത്യേക റൈസ് ഉണ്ടാക്കുന്നുണ്ട്. സ്റ്റിക്ക് റൈസ് എന്നാണ് അതിൻ്റെ പേര്. അത് കല്യാണങ്ങൾക്കും മറ്റുമൊക്കെയാണ് അത് ഉണ്ടാക്കുന്നത്. ഈ പഴത്തിലെ ചുവന്ന പൾപ്പെടുത്തിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. കാണാൻ വളരെ ഭംഗിയുള്ളൊരു പഴം തന്നെയാണ്. നമ്മുടെ വീട്ടിലൊക്കെ കായ്ച്ചു നിൽക്കുന്നത് കാണാൻ പ്രത്യേക ഒരു ഭംഗിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക, കമൻസൊക്കെ അറിയിക്കുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്